ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത് ട്രംപ് പറഞ്ഞിരിക്കുന്നു യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്ന്. താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ഏകപക്ഷീയമായി. ഇറാനുമായി അവർ ചർച്ച നടത്തിക്കഴിഞ്ഞു. ഊർജ്ജ കേന്ദ്രങ്ങൾ തൽക്കാലം ആക്രമിക്കുന്നില്ല എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ജിമ്മി, ട്രംപിന് മതിയായിട്ടുണ്ടോ യുദ്ധം? ട്രംപിന് മതിയായെന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന ട്രംപിൻ്റെ അതിയായ ആഗ്രഹത്തിൻ്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ വളരെ വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ വാതക പാടങ്ങളിൽ വലിയ ആക്രമണം നടന്നപ്പോൾ തിരിച്ചടിച്ചത് ഖത്തറിനെതിരെയാണ്. ഖത്തറിൻ്റെ ഏതാണ്ട് 17% പ്രൊഡക്ടിവിറ്റിയും കട്ടായി പോവുകയും അടുത്ത 5 വർഷമെടുക്കും ഇത് തിരിച്ച് ശരിയായി വരാൻ എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഒരു വർഷം $20 ബില്യൺ വലിയ നഷ്ടമുണ്ട്. അപ്പോൾ ഖത്തറിൻ്റെ പ്രധാനമന്ത്രി 2 ദിവസം മുമ്പ് പറഞ്ഞാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണം, ആർക്കാണ് ഇതിൻ്റെ ഗുണമെന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോഴാണ് ട്രംപ് ഞാൻ 48 മണിക്കൂറിനാണ് ഇപ്പോൾ ശരിയായി കളയെന്ന് പറഞ്ഞ് തിരിച്ച് ഭീഷണി മുഴക്കിയത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ട്രംപിനോട് കടക്കു പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നാമ്പുറത്ത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിൽ മനസ്സിലാവുക. അതായത് മതി, ഇനഫ് ഈസ് ഇനഫ് എന്ന് ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞു. ട്രംപ് വാലും ചുരുട്ടി തിരിച്ചോടാൻ പോവാണ്. തുടങ്ങിയപ്പോൾ ഇറാനിലെ നേതൃത്വം മാറണം, രാഷ്ട്രീയം മാറണം, സർക്കാർ മാറണം എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് എങ്ങനെയെങ്കിലും ഹോർമൂസ് കടലുകൾക്ക് തുറക്കണം എന്നതിലേക്ക് വന്നു. ഈ ട്രംപ് വരുന്നതിന് മുമ്പ് ഹോർമൂസ് കടലുകൾക്ക് തുറന്നു തന്നെയായിരുന്നത്. ഇയാൾ വന്നിട്ട് അടച്ചതാണ്, ഇയാൾ പോയത് തുറന്നോളും. അപ്പോൾ അപഹാസ്യരായി വിയറ്റ്നാമിൽ നിന്ന്, അതുപോലെ തന്നെ കൊറിയയിൽ നിന്ന്, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, ഇവിടുന്നെല്ലാം പേടിച്ച് പിന്മാറിയ അമേരിക്ക ഒരു തവണ കൂടി ചരിത്രത്തിൽ എളുപ്യരായി നിൽക്കുകയാണ്. ഒന്നാമത്തെ സാധ്യത. അതല്ലെങ്കിൽ സായിപ്പിന് ഭ്രാന്താണ്, ചിലപ്പോൾ പുതിയ സ്ട്രാറ്റജി ആയിരിക്കും. അടുത്ത 5 ദിവസത്തേക്ക് ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ആയിരിക്കും. അവരുടെ മിസൈൽ വേധ സന്നാഹങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാനോ എണ്ണയുടെ വില ഒന്ന് കുറയ്ക്കാനോ ആയിരിക്കും. ഇത് ഏതുമായിരിക്കാം. കാരണം ട്രംപിൻ്റേത് ഇത്തിരി ഭ്രാന്തുള്ള ഒരു മനുഷ്യനാണ്. ഇത്തിരിയല്ല, കുറച്ച് നല്ല ഭ്രാന്തുള്ളതാണ്. ഇത് രണ്ടിലേതുമാകും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി വളരെ നിർണായകമായിരിക്കും. ഇറാൻ പറയുന്നത് അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ്. ഇന്ന് രാത്രി ഇറാൻ വീണ്ടും ആക്രമിക്കുമോ, അമേരിക്ക എന്ത് ചെയ്യും, ഇതിനിടയ്ക്ക് ഇസ്രായേൽ എന്ത് ചെയ്യും, അത് നമുക്ക് നോക്കാം. ഇത് സ്ട്രാറ്റജിയാണോ അജിം സർ തോന്നുന്നു? അല്ല, ഇത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് ആദ്യം ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റിന് ശേഷം വിശദമായ വിശദീകരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നെഗോഷിയേഷൻ നടന്നെങ്കിൽ ഞങ്ങൾ വീണ്ടും ബോംബിടുമെന്നാണ്. മുമ്പ് നെഗോഷിയേഷൻ ടേബിളിൽ നിന്ന് പുറകിൽ നിന്ന് അവരുടെ രാഷ്ട്രതലവനെ വധിച്ചതുപോലെ ഞങ്ങൾ ഇനിയും ബോംബിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് നല്ല ഒരു ഐഡിയ ആണ്. പുതിയൊരു നേതാവ് വരും. അത് ഇപ്പോഴുള്ള മുസ്തഫ കാമിനെ പറ്റില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി പങ്കാളിത്തമുള്ളൊരു ഭരണ നേതൃത്വം ഉണ്ടാകുന്ന വളരെ വിശദമായി വീണ്ടും പോസ്റ്റ് ഇട്ടുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ ഈ പിന്മാറുകയാണെന്ന് ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ട്. അത് മറികടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇനിയും ബോംബിടുമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പിന്മാറ്റം തന്നെയാണ്. ഇത് അധികാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല. അമേരിക്ക ഇത്ര പെട്ടെന്ന് പിന്മാറിയ ഒരു യുദ്ധം ഇത് ആദ്യമായിട്ടായിരിക്കും. ഇപ്പോൾ വിയറ്റ്നാമിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തു, ഇറാഖിലും അഫ്ഗാനിലും 10 വർഷത്തിലധികമാണ് യുദ്ധം ചെയ്തത്. അവിടെ നിന്നൊക്കെ പിന്മാറിയിരുന്നു. പക്ഷേ അവിടെ 10 വർഷം യുദ്ധം ചെയ്തു, കുറേ അധികം അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചു. ഇതങ്ങനെയല്ല പ്രശ്നം. അമേരിക്കൻ സൈനികരുടെ ജീവനേക്കാൾ വിലയുണ്ട് എണ്ണയ്ക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിലെയും ഇസ്രായേലിലെയും സൈനികരുടെ സിവിലിയൻസിൻ്റെയും ജീവനേക്കാൾ വിലയുണ്ട് എണ്ണയ്ക്ക് എന്ന് മനസ്സിലാക്കിയ ഒരു യുദ്ധമാണിത്. ഹോർമുസ് കടലിടുക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ആരും കാണാത്ത വേറൊരു പ്ലെയർ ഉണ്ട്. അത് എലോൺ മസ്ക് ആണ്. എലോൺ മസ്കിൻ്റെ ഒരു ഇൻ്റർനെറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, എന്താണ് പറയുക, സ്പേസ് എക്സ് അല്ലല്ല ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടല്ലോ, സാറ്റലൈറ്റ്. ആ സംവിധാനമാണ് ഇറാനിൽ ആ പ്രക്ഷോഭമുണ്ടായ സമയത്ത് അവിടെ നിന്ന് പ്രക്ഷോഭകാരികൾക്ക് പടങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അമേരിക്ക കൊടുത്തതാണ്. അമേരിക്ക സ്മഗിൾ ചെയ്യുകയാണ് ഇറാനിലേക്ക്. ഏതാണ്ട് 6000-ഓളം അത്തരം യൂണിറ്റുകൾ അങ്ങോട്ട് സ്മഗിൾ ചെയ്തെന്നാണ് പറയുന്നത്. ഈ സാധനങ്ങൾ ഇത് ഇറാൻ പട്ടാളം തന്നെ പിടിച്ചെടുത്ത് അവർ ഈ യുദ്ധകാലത്ത് തിരിച്ചുപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്, ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ഇൻ്റർനെറ്റ് കമ്പനിയാണ്. അവരെന്ത് ചെയ്യുന്നു, അവരൊരു പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ബാറ്റിലിൽ ഇൻവോൾവ് ആവുകയാണ്. ഇവർ തന്നെ യുക്രൈനിലും ഈ സെയിം സാധനം കൊടുത്തിരുന്നു. യുക്രൈനിൽ ഇത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടക്കുമ്പോൾ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞു എലോൺ മസ്ക് എന്നാണ് പറയുന്നത്. ഇതിൽ പലതരം താല്പര്യ കേന്ദ്രങ്ങളുടെ ഒരു സംഘടന കൂടിയാണിത്. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, എണ്ണയ്ക്ക് മനുഷ്യരത്തേക്കാൾ വിലയുണ്ട്. നിഷാദ് ഇങ്ങോട്ട് തിരിഞ്ഞ് പറയുന്നു ഞാൻ ഇതാ യുദ്ധം അവസാനിപ്പിക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞ് പറഞ്ഞു 48 മണിക്കൂറിന് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ തീർക്കുമെന്ന് പറയുന്നു. ഈ ട്രംപിനെ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റും? അല്ല, ട്രംപിനെ സംബന്ധിച്ചുള്ള പ്രശ്നം നമ്മൾ കുറേ ദിവസങ്ങളെ സംസാരിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരെ അവർ ഒറ്റപ്പെടുകയാണ്. സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ ഒരു തിരിച്ചടി ഭീകരമാണ്. അപ്പോൾ ഇറാന് ശരിയാവണ്ണം മനസ്സിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. അമേരിക്കയെ പിന്തിരിപ്പിക്കണമെങ്കിൽ, അമേരിക്കയെ ചിന്തിപ്പിക്കണമെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവണം. അതുണ്ടായി. അതാണ് ഹോർമൂസ് സ്ട്രൈറ്റ് അടയ്ക്കവേ സംഭവിച്ചിട്ടുള്ളത്. ട്രംപിൻ്റെ എപ്പോഴത്തെയും താല്പര്യം സാമ്പത്തികമാണ്.
വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ താല്പര്യം സാമ്പത്തികമാണ്. അമേരിക്കയുടെ താല്പര്യം അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, എല്ലാ സമ്പത്തും അമേരിക്കയിലേക്ക് കൊണ്ടുവരിക, എല്ലാ പെട്രോളിയം ഇവിടേക്ക് കൊണ്ടുവരിക, എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ സാമന്തക്കാരാവുക എന്നാണ് അവരുടെ എപ്പോഴത്തെ സ്വപ്നം. ട്രംപിൻ്റെ സ്വപ്നവും അതാണ്. ട്രംപ് ദീർഘകാലമായി റഷ്യയും അമേരിക്കയും തമ്മിൽ പോലും നമ്മൾ ഫൈറ്റ് പാടില്ല, നമ്മളെല്ലാവരും ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് പോകണം എന്നുള്ള അഭിപ്രായം പണ്ട് പറഞ്ഞിട്ടുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് സാമ്പത്തികമായ ഒരു ഞെരുക്കമുണ്ടാക്കിയാൽ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ ആര് നിർബന്ധിതമാകും? ട്രംപും അമേരിക്കയും നിർബന്ധമാകും. മറ്റൊരു തരക്കും അവരെ അടിക്കാൻ പറ്റില്ല. അതാദ്യമേ ചെയ്തു, ഓൾമോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ട്രംപും അദ്ദേഹത്തിൻ്റെ പട്ടാളവും വിചാരിച്ചിട്ടുണ്ടാവില്ല. മറ്റു രാജ്യങ്ങൾ വരും, അവരെല്ലാം കൂടി സഹായിക്കും. ഇതൊന്നും നടന്നില്ല, ഞങ്ങൾ ആരും റിസ്ക് എടുക്കാൻ വരുന്നില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. ലോക രാജ്യങ്ങൾ അനാവശ്യമായി ഉണ്ടാക്കിയൊരു യുദ്ധം. എന്തിനാണ് നിങ്ങൾ ഇറാനെ ആക്രമിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല, വിശദീകരിക്കാൻ പറ്റും. നിങ്ങൾ ഇസ്രായേലിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഒരു യുദ്ധം നടത്തുന്നു, ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ് എന്ന് എല്ലാവരും കൂടി പറയുന്നു. അമേരിക്കയ്ക്ക് നിൽക്കണമെങ്കിൽ അമേരിക്ക നേരത്തെ പലപ്പോഴും ഞാൻ പറഞ്ഞുള്ളത് ഒറ്റ രാഷ്ട്രമായി നിൽക്കാൻ കഴിയില്ല. അതിന് ഗൾഫിൽ ഊന്നിയേ നിൽക്കാൻ പറ്റുള്ളൂ, അതിന് ഇന്ത്യയിൽ ഊന്നിയേ നിൽക്കാൻ പറ്റുള്ളൂ. ഈ രാജ്യങ്ങളെല്ലാം കൂടി അമേരിക്കയോട് പറയുകയാണ് ഈ പരിപാടി ഇപ്പോൾ നിർത്തിയില്ല, ഞങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റില്ല എന്ന്. സോ അമേരിക്കൻ സാമ്രാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പതിയെ ഇളക്കം തട്ടി തുടങ്ങിയിരിക്കുന്നു. ആ സാമ്രാജ്യത്തെ നിലനിർത്തണമെങ്കിൽ, പല രാജ്യങ്ങളായിട്ടുള്ള അതിൻ്റെ ഇൻട്രസ്റ്റുകൾ നിലനിർത്തണമെങ്കിൽ അതിന് യുദ്ധം അവസാനിപ്പിച്ചേ പറ്റുമെന്ന് ഒരു അടിയന്തരാവസ്ഥയിലേക്ക് അത് എത്തുകയാണ്. അതിന് കീഴടങ്ങാണ്. ഇതിൻ്റെ ഏറ്റവും രസകരമായ മറുപടി ഇറാൻ്റെയാണ്. ആര് പറഞ്ഞു നിർത്തിയെന്ന്? ഞങ്ങൾ നിർത്തിയിട്ടില്ലെന്നാണ്. അതിനുശേഷം പിന്നെയും മിസൈലിട്ടു. നിങ്ങൾ ആദ്യം പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് പിൻവാങ്ങും, ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല. മാസം മറുപടിയാണ് അവരുടേത്. നിങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങൾ നിർത്തുന്ന യുദ്ധം അല്ലാന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളായിരിക്കും തുടങ്ങുക, നിർത്തുന്നത് ഞങ്ങളായിരിക്കും. സോ ഞങ്ങൾ നിർത്താം, നിങ്ങളുടെ പ്രഖ്യാപനം വേണ്ടെന്നാണ്. അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ രാത്രി നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.